ഇത് എൻ്റെ അച്ഛൻ ഒരു ഭയങ്കര ആത്മീയ ജീവിതമുള്ള ഒരാളായിരുന്നു. അപ്പം അദ്ദേഹം എന്നെ ആത്മീയമായതുകൊണ്ട് പുള്ളിയാണ് ആക്ച്വലി എല്ലാവരും സ്വാമി എന്ന് വിളിച്ചോണ്ടത്. പന്നികൾ കൂട്ടമായി ഒരു സിംഗിൾ അതാ. ഞാനെപ്പോഴും ഡയറക്ടറുടെ മോണിറ്ററുടെ ബാക്ക് സൈഡിൽ പോയി സ്പോട്ട് എഡിറ്ററും ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങളോട് ഇങ്ങനെ ക്ലബ് ചെയ്ത് നോക്കും. അപ്പം അങ്ങനത്തെ ഒരു സാധനം കൊണ്ട് ഞാൻ ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഡയറക്ടർ നരസിംഹ. ലാലേട്ടനോടുള്ള ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട് ഉണ്ടല്ലോ, എല്ലാവർക്കും ലാലേട്ടനോട് ഇഷ്ടമാണ്. അപ്പം ഞാൻ സ്പടികം എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ട് കാണാൻ വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരിയിലായിരുന്നു അതിന്റെ ഷൂട്ട്. ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സമയം എന്ന് പറഞ്ഞാൽ ടൂർണമെന്റ് എന്ന് പറഞ്ഞ പടത്തിൽ ഇതുപോലെ വലിയൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് വില്ലൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനകത്ത് ഞാനൊരു താടി ഡിസൈൻ, അപ്പം ഈ ടൂർണമെന്റ് കാണുമ്പോൾ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ താടി ഭയങ്കര ഡിസൈനിങ് താടിയാണ്. അപ്പോൾ ഞാനൊരു റെഫറൻസ് കൊടുത്തപ്പോൾ ലാൽ സാർ പറഞ്ഞു, സ്വാമി അത് കൊള്ളാം കേട്ടോ, അത് വർക്ക് ചെയ്യാൻ പറഞ്ഞു. നമസ്കാരം. ഇന്ന് കാക്ടസ് മീഡിയയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു സ്വാമിയാണ്. സ്വാമി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കാഷായ വസ്ത്രം ധരിച്ച് സന്യാസം സ്വീകരിച്ച്, അങ്ങനെയല്ല. പക്ഷേ ഇദ്ദേഹത്തിനൊരു മാജിക് അറിയാം. മലയാള സിനിമയിലെ പല നടന്മാർക്കും ഒരു മേക്ക് ഓവർ കൊടുക്കാനുള്ളൊരു മാജിക് അറിയാവുന്ന സ്വാമിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. മലയാള സിനിമയിൽ വർഷങ്ങളായി സിനിമയുടെ അണിയറയിൽ അനവധി നടന്മാരെ പുതിയ മേക്ക് ഓവറിലൂടെ എത്തിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നരസിംഹസ്വാമി. സ്വാമിയണ്ണ, സ്വാഗതം. നമസ്കാരം. വെറും സ്വാമിയല്ല, നരസിംഹസ്വാമി. അതെ, പേരിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. അതെ 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 അതെ. നരസിംഹസ്വാമി എന്ന് പറയുമ്പോൾ അത്ര ഫെമിലിയർ ആയിട്ടൊരു പേരല്ല. ഇപ്പൊ സ്വാമി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ സന്യാസമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തുന്നത്? ശരിക്കും ഇതാണോ പേര്? ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കുന്നത് പോലെ. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ അച്ഛൻ ഒരു ഭയങ്കര ആത്മീയ ജീവിതമുള്ള ഒരാളായിരുന്നു. അപ്പം അദ്ദേഹം എന്നെ ആത്മീയമായതുകൊണ്ട് പുള്ളിയാണ് ആക്ച്വലി എല്ലാവരും സ്വാമി എന്ന് വിളിച്ചോണ്ടത്. പിന്നെ ആ പേര് സ്വാമി എന്നുള്ള ഒരു പെറ്റ് നെയിം എനിക്ക് ആക്ച്വലി വന്നു. എല്ലാവരും സ്വാമി എന്ന് വിളിക്കും. പിന്നീട് പിൽക്കാലത്ത് എനിക്ക് തോന്നി ഈ ദുൽഖറിൻ്റെ ഒരു സ്വാമി ഉണ്ടല്ലോ സിനിമയിലെത്തിയപ്പോൾ. അപ്പോൾ ആ സ്വാമി കൺഫ്യൂഷൻ ആകണ്ടല്ലോ എന്ന് വിചാരിച്ച് പല ആൾക്കാരും എന്നെ വിളിക്കാറുണ്ട്, ദുൽഖറിൻ്റെ ഒരു ഡേറ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അത് നമുക്ക് അദ്ദേഹമായിട്ട് അങ്ങനെ ഒരു പേഴ്സണലി ബന്ധമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്നൊരു പറഞ്ഞു നമുക്കൊരു വ്യത്യസ്തമായ പേര് വേണം. ഞാൻ ഡയറക്ഷൻ എന്നൊരു ആഗ്രഹം മനസ്സിൽ ചെറുപ്പം മുതലേ ഉള്ളതാണ്. കുട്ടിക്കാലം മുതലേ ഡയറക്ഷൻ, നാടകം, അതുപോലെ പെർഫോമിംഗ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്ത CJ കുട്ടപ്പൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെ. അപ്പോൾ അങ്ങനെ ഡാൻസ് പ്രോഗ്രാമിലൊക്കെ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഡയറക്ഷൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഡയറക്ടർ എന്ന ലെവലിലോട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേരിൻ്റെ ഒരു ഗുമ്മുമാണ്. അതുകൊണ്ട് സ്വാമി എന്നുള്ളിടത്ത് നരസിംഹസ്വാമി എന്ന് വിചാരിച്ചു. നരസിംഹസ്വാമി ചേർക്കാൻ ഒരു വലിയ കാരണങ്ങളുണ്ട്. കാട്ടിലെ രാജാവാണ് സിംഹം. താടിയും മുടിയുമുള്ള ഒരു രാജാവായിട്ടുള്ള ഒരു മൃഗം എന്ന് പറയുന്നത് സിംഹമാണ്. അപ്പോൾ ആ സിംഹം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണല്ലോ, നരസിംഹ. അപ്പോൾ സ്വാമിയും കൂടെ വരുമ്പോഴത്തേക്കിനും ഒരു പഞ്ചായിക്കോട്ടെ എന്ന് വിചാരിച്ച് പന്നികൾ കൂട്ടമായി ഒരു സിംഗിൾ അതാ. അല്ല, ഇതിപ്പോ പേര് ഇട്ടാൽ മാത്രം പോലും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണ്ടേ? അത് കാണാം. അതിന് വേണ്ടിയിട്ട് അല്ല, അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും സിനിമയായതുകൊണ്ട് ഓൾറെഡി ഇതാകുമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പയ്യൻസ് ആയിരുന്നു ആദ്യ സിനിമ. ആ സിനിമ മുതലേ നരസിംഹസ്വാമി തന്നെയാണോ സ്ക്രീനിൽ വന്നുകൊണ്ടിരുന്നത്? ആ സിനിമ മുതൽ പിന്നെ നരസിംഹസ്വാമി എന്നാണ്. അന്ന് മുതലേ ഞാൻ അത് അപ്പൊ സിനിമയ്ക്ക് എത്തുന്നതിന് മുന്നേ തീരുമാനിച്ചു. ആ സിനിമയ്ക്ക് മുന്നിൽ എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ മനസ്സിലുണ്ട് ഇത്. അപ്പം സിനിമ വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ 2-3 പടങ്ങൾ ഇങ്ങനെ സ്വാമി എന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് അപ്പം നമ്മളുടെ ഡയറക്ഷൻ എന്നുള്ള ഒരു സാധനം പൊടി തട്ടി എടുത്തു. അപ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും ഡയറക്ടറുടെ മോണിറ്ററുടെ ബാക്ക് സൈഡിൽ പോയി സ്പോട്ട് എഡിറ്ററും ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങളോട് ഇങ്ങനെ ക്ലബ് ചെയ്ത് നോക്കും. അപ്പം അങ്ങനത്തെ ഒരു സാധനം കൊണ്ട് ഞാൻ ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഡയറക്ടർ നരസിംഹസ്വാമി. അപ്പം നരസിംഹസ്വാമി എന്നപ്പോൾ ഫേസ്ബുക്കിൽ കയറിയിട്ട് അന്ന് എഴുതി, ഇനി എൻ്റെ പേര് നരസിംഹസ്വാമി. അതെ അതെ. സിനിമ മേഖലയിലേക്ക് വരുന്നു. സിനിമയിൽ എത്തുന്നതിന് മുമ്പ് നരസിംഹസ്വാമി എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു എന്നാണ് ആ കഥ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ട്രിവാൻഡ്രം MG കോളേജിലായിരുന്നു പഠിച്ചത്. ലാലേട്ടനോടുള്ള ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട് ഉണ്ടല്ലോ, എല്ലാവർക്കും ലാലേട്ടനോട് ഇഷ്ടമാണ്. അപ്പം ഞാൻ സ്പടികം എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ട് കാണാൻ വേണ്ടിയിട്ട്
ചങ്ങനാശ്ശേരിയിലായിരുന്നു എൻ്റെ ഷൂട്ട്. എൻ്റെ നാട് ആക്ച്വലി തിരുവല്ല ചങ്ങനാശ്ശേരിയാണ്. കറുകച്ചാല ആയിരുന്നു എൻ്റെ അമ്മയുടെ വീട്. അവിടെയാണ് NSS എന്ന് പറയുന്ന സ്കൂളുള്ള. അവിടെ നിന്ന് മാമൂട്ടിലേക്ക് പോകാൻ കുറച്ചാണ്. അതായത് നമ്മുടെ അശോകൻ്റെ അടുക്കിലേക്ക് ലാലേട്ടൻ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. പിന്നെ അത് മാമൂട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പം സിൽക്ക് സ്മിതയും ലാലേട്ടനും എന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് പോയി. ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ പഠിക്കുക. അത് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹം, ഞാൻ ശരിക്കും പറഞ്ഞ ഗണിതശാസ്ത്രജ്ഞനാകണം എന്ന് പറഞ്ഞിട്ടാണ്. മാത്തമാറ്റിക്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഹാർഡി ഡിസ്കവറി ഓഫ് രാമാനുജൻ, ഹാർഡിയുടെ കണ്ടെത്തലായിരുന്നു രാമാനുജൻ. പക്ഷെ 10ാം ക്ലാസ് ജയിച്ചിട്ടുള്ള ആളല്ല. അങ്ങനെ പിന്നെ ഒരു മാത്തമാറ്റിക്സിനോട് ഭയങ്കരമായ ക്രേസ് തോന്നിയിട്ട് ഞാൻ MG കോളേജിൽ, അതായത് ഞാൻ അഡ്മിഷൻ കൊടുത്തപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ് MG കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത, എൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് പഠിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ, അപ്പോൾ ലാലേട്ടൻ പഠിച്ച കോളേജ്, അപ്പോൾ അതൊക്കെ നമുക്കൊരു ഇഷ്ടമായിരുന്നു. അങ്ങനെ MG കോളേജിൽ ഞാൻ 98-2000 പ്രീ ഡിഗ്രിക്ക് അവിടെ ചെല്ലുകയും, ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചത്. ഹോസ്റ്റലിലെ കൂട്ടുകാരുടെ മുടി വെട്ടിയിട്ടാണ് മുടിവെട്ടിലേക്ക് കടന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെത്തുന്നു. പ്രീ ഡിഗ്രി ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ മീക്കാട് പണിയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വീടുകൾ തോറും മുടി വെട്ടാൻ വേണ്ടി നടന്നു. മുടിവെട്ടിനോടൊരു ക്രേസായി. അങ്ങനെ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് മുടിവെട്ടിനുമായിട്ട് വന്നു. അവിടുന്ന് നേരെ തിരുവല്ലയിലേക്ക്. അപ്പം ലായില ഇല്ലല്ല എന്ന് പറയുന്ന, എനിക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ ഇഷ്ടമാണ് മുടിയിൽ. അപ്പം അങ്ങനെ മുടിയെ ചിത്രം വരച്ചിട്ട് ലായില ഇല്ലല്ല എന്ന് പറയുന്ന ഒരു അറബി അക്ഷരം അവിടെ ഒരാൾ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എഴുതി അവിടുത്തെ, അപ്പം ഈ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം നമ്മുടെ പിന്നെ മുസ്ലിം സഹോദരങ്ങളുണ്ടല്ലോ, അവരൊക്കെ നമ്മളെ ഭയങ്കര ഫ്രണ്ട്സുകളാണ്. അവർ വന്നിട്ട് അതിനകത്ത് ഒരാൾ അജി എന്ന് പറയുന്ന ഒരു അണ്ണൻ വന്നിട്ട് എനിക്ക് വിൻസർ കാസ്റ്റിൽ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ വേണ്ടിയിട്ടൊരു ഇതൊക്കെ ചെയ്തു. അവിടുന്ന് നേരെ തിരുവല്ലയിൽ വന്നു. തിരുവല്ലയിൽ നിന്ന് പിന്നെ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ CV വർഗീസ് എന്ന് പറഞ്ഞൊരു അച്ചാനുണ്ടായിരുന്നു. അച്ചാൻ എനിക്കൊരു കടയിട്ട് തന്നു തിരുവല്ലയിൽ. അത് അപ്പം ഞാൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ എല്ലാം ഒട്ടിച്ചു വെക്കും വർക്ക് ചെയ്യുന്നത്. അനിൽ രാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അവിടെ വന്നു, കങ്കാരുവിൻ്റെ റൈറ്റർ, സൂത്രധാരൻ്റെ ഡയറക്ടർ. അപ്പം അനിൽ സാറ് വന്നിട്ട് പറഞ്ഞു എൻ്റെ കടയിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ല, റാഫി എന്ന് പറഞ്ഞൊരു മച്ചാന കൊണ്ടുവരുന്നത്. അപ്പം എൻ്റെ ഈ വർക്കൊക്കെ കണ്ടിട്ട് ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയല്ലേ, ഞാൻ പരുന്തും എങ്ങനെ സ്പൈഡർമാനും ഒക്കെ തലയെ വരച്ച് വെച്ചിരിക്കുന്ന സംഭവം കണ്ടിട്ട് അത് പിന്നെ പുള്ളിയെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരുവല്ലയിൽ നിൽക്കുക. പുള്ളി പെട്ടെന്ന് ബൈക്കേ വന്ന് ഈ റാഫി എന്ന് പറയുന്ന മച്ചാനെന്നെ നേരെ ഈ സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ TV എന്ന് പറയുന്നത് ബ്ലസി സാറൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു അവിടെ, ഈ പളങ്കിൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് പുള്ളിയെ കണ്ടു. എന്നോട് ചോദിച്ചു, സ്വാമി ഞാൻ കടയിൽ വന്നിരുന്നു, ഗംഭീര വർക്കായിട്ടോ. ഞാൻ പറഞ്ഞു, ശരി സാറേ, സ്വാമി സിനിമ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല സാറേ, താല്പര്യമുണ്ട് സാറേ, പക്ഷേ എനിക്ക് ആരെയും പരിചയമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ജയന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ജയസൂര്യ. അപ്പോൾ അദ്ദേഹത്തിനോട് നമ്പർ തരാൻ വിളിക്കാൻ പറഞ്ഞു. ചേട്ടനെ വിളിച്ചു. ആദ്യം ഒന്ന് വിളിച്ചു, പുള്ളി ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റാണ്, എനിക്ക് ചേട്ടനെ എൻ്റെ പ്രൊഫൈലൊന്ന് കാണിക്കണം, എനിക്ക് ചേട്ടന് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, ഞാൻ ഇന്ന ആൾ പറഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പം ഓരോ ഡേറ്റ് ഇങ്ങനെ തന്നു. ആ ഡേറ്റിലെല്ലാം വിളിച്ചുകൊണ്ടിരുന്നു. അവസാനത്തെ ഒരു പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്കിന് പുള്ളി ഫോൺ എടുത്തില്ല. അപ്പോൾ എനിക്ക് വിചാരിച്ചു ഇനി നമ്മളെ വിളിക്കത്തില്ല. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു, നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സിനിമ. പുള്ളി എന്നെ ഓരോ തവണ വിളിക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഇവൻ ജെനുവിനാണോ, ഇവന് ഇതിനോട് ഇഷ്ടമുണ്ടോ, എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വിളിക്കുന്നത്. ഈ സമയത്ത് പട്ടണം പ്രസീദ് സാർ അവിടെ ക്ലാസ് എടുക്കാൻ പറ്റുന്നു. സാറിൻ്റെ അവിടെ തിരുവല്ലയിൽ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. സാറിനോട് പറഞ്ഞതാണ് ഇങ്ങനെ എൻ്റെ വർക്കിൽ ഇതൊക്കെയാണ്, എൻ്റെ പ്രൊഫൈൽ ഇതൊക്കെ കാണിച്ചു. അന്ന് അവിടെ ഉള്ള ടച്ച് ആംഗ്ലോയിൽ ആൻറ്റിയാണ് എന്നെ ആക്ച്വലി അവിടെ പുള്ളിക്കാരനെ ഇൻട്രൊഡ്യൂസ്, പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു സ്ഥലമായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് എനിക്ക് ഇതിനുള്ള ഇഷ്ടം കൊണ്ട് പുള്ളിക്കാരി പറഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ റഷീദിക്കെ പരിചയപ്പെട്ടു, എൻ്റെ പ്രൊഫൈൽ കാണിച്ചു. അങ്ങനെ റഷീദിക്ക പറഞ്ഞു നോക്കാമെന്നൊക്കെ പറഞ്ഞ് റഷീദിക്ക അങ്ങ് പോയി. അങ്ങനെ ഒരു ദിവസം ജയസൂര്യയെ വീണ്ടും വിളിച്ചു. ജയചേട്ടൻ വിളിച്ചപ്പോഴത്തേക്കിന് പറഞ്ഞു, നിൻ്റെ പ്രശ്നം എന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ പ്രൊഫൈൽ കാണിക്കും, നീ മെയിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ പടമെല്ലാം അവിടെ നിന്ന് ഇളക്കിയെടുത്തു. എന്നിട്ട് ഈ പടം ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അവിടെ സ്കാൻ ചെയ്ത് നേരെ 4 മണിയായപ്പോൾ 7 മണിയായപ്പോൾ തിരിച്ച് പോലെ അവിടെ എൻ്റെ ഒരു പടം തുടങ്ങുന്നുണ്ട് ആലപ്പുഴ പയ്യൻസ് എന്ന് പറഞ്ഞ പടം. അതിൽ നീ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. 13-ാം തീയതി വിളിക്കാൻ പറഞ്ഞു. പക്ഷേ 13-ാം തീയതി വിളിച്ച് എടുത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചു, പറഞ്ഞത് സിനിമക്കാരല്ലേ, അപ്പം എങ്ങനെ ആയിരിക്കും എന്നൊന്നും നമുക്കറിയത്തില്ല, നമുക്കിതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഏരിയ. പക്ഷേ അത് കഴിഞ്ഞിട്ട് റഷീദിക്ക് എന്നെ വിളിക്കുക, സ്വാമി ഞാൻ ജയം പറഞ്ഞിട്ട് വിളിക്കുക, ഇങ്ങനൊരു പടം തുടങ്ങുന്നുണ്ട്, അങ്ങോട്ട് വരാമെന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത ലാൽ സാറിന് വേണ്ടി, ശ്രദ്ധിക്കലായിരുന്നു ലാൽ സാർ. അപ്പോൾ ആ പടത്തിനകത്ത് തന്നെ ഉണ്ട് ലാൽ സാറിൻ്റെ താടി ഒരു ഡിസൈൻ ചെയ്യുന്നത്. അതിനകത്ത് ആ സാറിൻ്റെ ആ ഡിസൈനിങ് ഞാൻ വർക്ക് ചെയ്തു. ജയചേട്ടൻ്റെ സ്റ്റൈൽ ചെയ്തു. അതിൽ സാറിൻ്റെ അടുത്ത പടം ടൂർണമെൻ്റ് എന്ന് പറയുന്ന പടത്തിലേക്ക് സാറിനെ കാസ്റ്റ് ചെയ്തു. അതിൽ റഷീദിക്കാണ് മേക്കപ്പ്.
അവിടുന്ന് ഫഹദ് ഫാസിലിനെ പരിചയപ്പെട്ടു. ഫഹദ് ഫാസിലിനെ പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തോടൊപ്പമുള്ള യാത്രയാണ് ഇന്ന് ഞാൻ മലയാള സിനിമയിൽ ഇവിടെ വരെ എത്തി നിൽക്കുന്നതിൻ്റെ ഒരു വലിയൊരു കാരണം. അതിനകത്ത് നമുക്ക് സപ്പോർട്ടായിട്ട് നിന്ന ജയൻചേട്ടൻ, അതോടൊപ്പം തന്നെ റഷീദിക്ക, ഫഹദ് ഫാസിൽ, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാനും പറ്റിയ. അദ്ദേഹം നമ്മളെ കൂടെ നിർത്തി ഇങ്ങനെ കൊണ്ടുവന്നു. അത് വലിയൊരു അദ്ദേഹമായിട്ടുള്ള ഒരു പരിചയം. പിന്നീട് സിനിമകൾ കിട്ടി, തുടർച്ചയായ സിനിമകൾ കിട്ടി. അങ്ങനെ പയ്യൻസിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ടിരുന്ന മഹാദേവൻ തമ്പി പിന്നീട് അനൂപേട്ടൻ, അതായത് അനൂപ് മേനോൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിലേക്ക് മേക്കപ്പ് മാനായിട്ട് എന്നെ സജസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല തമ്പിച്ച, എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല, ഞാനിങ്ങനെ പോയി വർക്ക് ചെയ്യും, ക്യാരക്ടർ ലുക്സ് ചെയ്ത് കൊടുക്കും എന്നല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. പുള്ളിക്കറിയാം മേക്കപ്പ് ചെയ്യും, ഹെയർ സ്റ്റൈൽ ചെയ്യുമെന്ന് അറിയാം. അപ്പം അനുപേട്ടൻ്റെ പടത്തിലേക്ക് അങ്ങനെ കിങ്ഫിഷ് എന്ന് പറഞ്ഞ പടത്തിൽ ഇൻഡിപെൻഡ് ആയി. അവിടെ രഞ്ജിത്ത് സാർ വന്നു. രഞ്ജിത്ത് സാറാണ് എന്നെ സച്ചേട്ടനിലേക്ക് പറയുന്നത്. അങ്ങനെ അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും, അതായത് സച്ചേട്ടൻ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, എന്നെ വാതിക്കെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി നീ സച്ചേട്ടനെ ഒന്ന് വിളിക്കണം. അപ്പോൾ ഈ സച്ചേട്ടനാണ് അറിയത്തില്ല. അങ്ങനെ സച്ചേട്ടനെ ഞാൻ വിളിക്കുന്നു. സച്ചേട്ടൻ ഒരു 10-30 വർഷത്തെ പരിചയമുള്ള, നീയോടാ എപ്പോഴാണ് നമ്മൾ തമ്മിൽ കാണുന്നത്? ചേട്ടാ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ചേട്ടാ ഇങ്ങനെ ഒരു വർക്കില്ല, ഞാൻ ഒരു മാസം കഴിഞ്ഞ് അത് കണ്ട മതിയടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി കട്ട് ചെയ്തു. ഇതിനിടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ സച്ചേട്ടൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു വിഷമമായിട്ടൊരു കാര്യം തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിലോട്ട് വന്ന് അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ പടത്തിലേക്ക് എൻട്രി ആയപ്പം നമ്മുടെ കൂടെയുള്ള ഏതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ചിട്ട് സച്ചേട്ടനോട് പറഞ്ഞു, അവന് മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല, അവന് ഹെയർ സ്റ്റൈൽ അറിയത്തുള്ളൂ, അതുകൊണ്ട് അവന് ഈ വർക്ക് കൊടുക്കും. സച്ചേട്ടൻ ഭയങ്കര ഷാർപ്പായിട്ട് ഭയങ്കര ഹാർഷായിട്ട് അവരോട് പറഞ്ഞു, മേലെ ഇനി എന്നെ വിളിച്ചു പോയിക്കുന്നത്. സച്ചിദാനന്ദ സിനിമയിൽ ആര് വർക്ക് ചെയ്യണം തീരുമാനിക്കും സച്ചിദാനന്ദൻ. അതുകൊണ്ട് വേറെ എന്നെ ഇനി വിളിക്കരുത് അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഗംഭീരമാണ്. എല്ലാ ആൾക്കാരും അല്ല, ചില ആൾക്കാരുണ്ടല്ലോ. ആ ആള് തന്നെ ഞാൻ ആദ്യത്തെ പടം വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹെയർ ഡ്രസ്സറെ വരെ ബ്ലോക്ക് ചെയ്ത് വെച്ചായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ ആൾ എന്നെ വിളിച്ചിട്ട് ഇപ്പം ചോദിച്ചു, എടാ നിന്നോട് ചെയ്ത് ഞാൻ തെറ്റായിപ്പോയി, നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, എന്തെങ്കിലും വർക്കുണ്ട് നീ പറയണം, അസിസ്റ്റൻറ്റ് മേക്കപ്പ് മാൻ്റെ ബാറ്റ ആയാലും തന്നാൽ മതി, നിൻ്റെ കൂടെ നിർത്തണമെന്ന് പറയണം. അപ്പോൾ അതൊക്കെ എനിക്ക് സന്തോഷമാണ്. മീൻസ് പുള്ളി ഒരു പക്ഷേ വേറൊന്നും ചിന്തിച്ചിട്ടല്ലായിരിക്കാം. പക്ഷേ അന്ന് സച്ചേട്ടൻ്റെ കൂടെ ഉള്ള യാത്ര അയ്യപ്പനും കോശി എന്ന സിനിമയിലൂടെ അങ്ങനെ അറിയപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ആട് 3, അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ഹാഫ് എന്ന് പറയുന്ന പടം ഇനി വരാൻ വന്നു. ഇനി ഇറങ്ങാൻ വന്നു മാജിക് മഷ്റൂം എന്ന് പറയുന്നത്. സുജിത് വാസുദേവൻ സുഹിത്തേട്ടൻ എമ്പുരാൻ്റെ ക്യാമറമാൻ, സുഹിത്തേട്ടൻ ക്യാമറ ചെയ്യുന്നു, നാദർഷിക്ക, പിന്നെ അങ്ങനെ അഷ്റഫ് പിലാക്കൽ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ, ഗംഭീര പ്രൊഡ്യൂസറാണ്. അദ്ദേഹമൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ഒരു പുതിയ പടം മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ക്യാരക്ടർ ലുക്ക് ഞാനായിരുന്നു. PN മണിച്ചേട്ടനാണ് എൻ്റെ മേക്കപ്പ്. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഇതുവരെ എത്താൻ പറ്റിയെന്ന് പറയുന്നതാണ് നമുക്കൊരിത്. ജൈത്രയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് വേറൊരു സംശയമുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം നരസിംഹസ്വാമി എന്ന് പറയുന്ന പേര് വരുന്നു, സിനിമയിലേക്ക് വരുന്നു. അപ്പം ഓൾറെഡി സ്വാമിയുടെ ഒരു ജോലി മേക്ക് ഓവർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ക്യാരക്ടർ ലുക്സ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഈ സ്വാമി അണ്ണന്റെ ലുക്ക് എങ്ങനെ ഉണ്ടാവണം എന്ന് ഒരു പോയിന്റിൽ ആലോചിച്ചു. ഇത് ശരിക്കും പ്ലാൻഡ് ആണോ അതോ? അല്ല, പ്ലാൻഡ് അല്ല. ഞാൻ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ സ്ഥലം എന്ന് പറഞ്ഞാൽ വെറും നാട്ടിൻപുറമാണ്. അവിടെ ഒക്കെ ഇങ്ങനെ ഭയങ്കര ഫ്രീക്കായിട്ട് അങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന ഒരു ഏരിയ ഒന്നുമല്ല. എന്നെ ആ സമയത്ത് ഞാൻ മുടി വെട്ടി നടന്ന സമയത്ത് എന്ന് പറയുന്നത്, മുടിയൊക്കെ ഈ ഇപ്പം കാണുന്ന പിള്ളേരൊക്കെ ചെയ്തിരിക്കുന്ന സ്റ്റൈൽ ഞാൻ അന്ന് ഒരു 10-25 വർഷം മുമ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്ത സമയത്ത് ഇവന് വാട്ടമാണോ വാട്ടമാണോ എന്ന്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് ദൂരെ, എനിക്കൊരു കാര്യമുണ്ട്, ഒരു കാര്യത്തിനകത്ത് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമിലെത്താണ്. ഒരു തൂപ്പുകാരൻ ലോകത്തിലെ ഏറ്റവും വലിയ തൂപ്പുകാരനാണ്. ഏത് ജോലിയോ അത് ചെയ്യുന്നല്ല. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തിന് തുല്യമാണ്. ഞാൻ അതിനെ അങ്ങ് പ്രണയിക്കുകയോ ശരിക്കും. എൻ്റെ ഒരു കാമുകിയാണ് ശരിക്കും. അതാണ് എൻ്റെ പ്രൊഫഷനാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇഷ്ടമായി. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുമല്ലോ, ഇഷ്ടത്തോടെ ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ലുക്ക് ഞാനിങ്ങനെ ഓരോന്നും ഞാൻ പരീക്ഷിക്കും. ഘട്ടം ഒരാളുടെ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ ഹെയർ എന്ന് പറയുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം 1/2 ഇഞ്ച് മുടി വളരത്തുള്ളൂ. അപ്പോൾ എത്ര ഗ്രോത്ത് ഉണ്ടാവും, എങ്ങനെയായിരിക്കും ഹെയർ വരുന്നത്, ഏതെല്ലാം ടൈപ്പ് ഓഫ് ഹെയർസ് ഉണ്ടെന്നുള്ളത്
നമ്മളിങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് അപ്പം നമ്മുടെ ഹെയറിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ഓരോ പരീക്ഷണങ്ങൾ നടന്നു. ഞാൻ പരീക്ഷണം നടത്തിയ ഒരു ഹെയർ സ്റ്റൈല്, അതായത് പയ്യൻസ് എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാൻ ലീഫ് എന്ന് പറയുന്ന ഹെയർ സ്റ്റൈൽ ചെയ്തോണ്ട് പോയി. അത് കണ്ടിട്ടാണ് ജയേട്ടൻ 3 Kings എന്ന് പറഞ്ഞ പടത്തിൽ ആ ഹെയർ സ്റ്റൈല് ഉപയോഗിച്ചത്. അത് കണ്ടിട്ട് മമ്മൂക്ക അന്ന് ജയേട്ടനോട് പറഞ്ഞു, ഇത് ഗംഭീരമായിട്ടുണ്ട് അല്ലേ, ഇതാരാ ചെയ്തതെന്നൊക്കെ ജയേട്ടൻ പറഞ്ഞു. ഇന്നടന്ന അവനോട് പറയാം ഗംഭീരമായിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ മമ്മൂക്കയുടെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മമ്മൂക്കയ്ക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ മമ്മൂക്കയുടെ ഒരു അപ്രിഷിയേഷൻ അവൻ ജയിച്ചെന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ, 3 Kings എന്ന് പറഞ്ഞ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട്. മമ്മൂക്ക ഈ മേക്ക് ഓവറിന്റെ ഒരാളാണല്ലോ. അപ്പം മമ്മൂക്കയുടെ ആ ഒരു വീക്ഷണം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്ര ഭാഷയും ലാംഗ്വേജും ഭാഷയും ബോഡി ലാംഗ്വേജും അതോടൊപ്പം തന്നെ ലുക്കും ഒക്കെ നമുക്ക് ഒരു മമ്മൂക്കയാണ് നമുക്ക് ഫീൽ ചെയ്തില്ല. അതൊക്കെ നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ. മമ്മൂക്കയുടെ ഒരു വലിയൊരു ഇതുണ്ട്. മമ്മൂക്കയുടെ പല ലുക്സും നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. പുള്ളി ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ക്യാരക്ടർ ലുക്സ്. ഇപ്പം പൊന്തന്മാടയിലുള്ള ഒരാളിനെ നമുക്ക് വിധേയിൽ കാണാൻ പറ്റത്തില്ല, വിധേയിൽ കാണുന്ന ആളിനെ രാജമാണിക്യത്തിൽ കാണാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള എൻ്റെ ഡിഫറെൻറ്റ് ലുക്ക് എല്ലാം വേറെ ലെവൽ. അപ്പം നമ്മളും അതേക്കുറിച്ച് അപ്പം അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമ്പം നമുക്കും അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം റിയലിസ്റ്റിക് ആയിരിക്കും. ഇപ്പം മലയക്കോട്ടെ മാലിവൻ ചെയ്യുന്ന സമയത്ത് കേളുമല്ലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാനത് മുടി സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുത്തിരിക്കുന്നു. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആളുടെ ഹെയർ അങ്ങനെയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ആ ആർട്ടിസ്റ്റിനെ നമ്മൾ സമ്മതിക്കണം കേട്ടോ. ഹരിപ്രശാന്ത് വർമ്മ അങ്ങനെ പുള്ളി സമ്മതിക്കണം. പുള്ളി 15 ദിവസം ആ ലുക്ക് വെച്ചോണ്ട് നടന്നു. നല്ല വെയിറ്റ് ഉണ്ട്. അത് വെച്ചോണ്ട് പുള്ളി അവിടെ നടന്നു. അതുപോലെ ഖൽബിനകത്ത് അമ്പി, ഖൽബിനകത്ത് ഞാൻ ഇപ്പൊ സാജിദിക്ക ആണ് പടം ഡയറക്റ്റ് ചെയ്തത്. സാജിദിക്ക പല വ്യത്യസ്തമായ ലുക്കുകൾ, ഡബിൾ ബാരലാണ് സാജിദിക്ക ഞാൻ പരിചയപ്പെടുന്നത്. ഡബിൾ ബാരലിനകത്തുള്ള ക്യാരക്ടർ ലുക്സ് ഞാൻ കൊടുത്തത്. അപ്പം ഡബിൾ ബാരലിനകത്തുള്ള ലുക്ക് കണ്ടിട്ടാണ് എന്നോട് പറഞ്ഞത് ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ അതിനകത്ത് കൽബ് കാണുമ്പോൾ ഒന്ന് നോക്കണം, എല്ലാവരുടെയും ലുക്ക് വൈസ് ഭയങ്കര ചേഞ്ച്. അതിൽ അമ്പി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ആ സാധനം ആ സിനിമ തീരുന്നോടും വരെ അത് വെച്ചോണ്ട് നടന്നു എന്നുള്ളതാണ്. ആ പെയിനും അതൊക്കെ വെച്ചോണ്ട് നടന്നു എന്നുള്ളതാണ്. ഇപ്പൊ വരുന്ന ഹാഫ് എന്ന് പറഞ്ഞ പടത്തിലും ഗംഭീര ലുക്കാണ്. അത് നമ്മൾ കാണണം, കണ്ടാലും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാരണം സിനിമ കാണുമ്പോഴാണല്ലോ അതിന്റെ ഇമ്പാക്ട് മനസ്സിലായത്. അതായത് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത് സാമിയണ്ണന്റെ ഒരു മേക്ക് ഓവർ ലുക്കിനെ പറ്റി. അപ്പൊ അത് ഞാൻ പറഞ്ഞത് എന്റെ ലുക്ക് കണ്ടിട്ടാണ് ജയസൂര്യ 3 Kings. അപ്പൊ നമ്മുടെ പരീക്ഷണമാണല്ലോ ആക്ച്വലി. നമ്മളെ പിന്നെ നാളെ ഒരു കാര്യം ചെയ്യാനായിട്ട് വരുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, അത് ഇങ്ങനെ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും, ഇങ്ങനെ ചെയ്താൽ ഡിസൈൻ. അതുപോലെ തന്നെ ഇന്ത്യൻ ടൂവിന്റെ ഒരു സോങ്ങിനകത്ത് നമ്മൾ കമലഹാസന്റെ ഫേസ് വരച്ചിട്ടുണ്ട്. അപ്പൊ ഫേസ് ഞാനും ശ്രീ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പിന്നെ ആർട്ടിലോ ശ്രീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു കാണും. അല്ലു അർജുൻ വന്ന മറ്റേ പൊടി ഇട്ടിട്ട് അല്ലു അർജുന്റെ ലുക്കൊക്കെ ലാലേട്ടന്റെ ഒക്കെ ശ്രീയും ഞാനും കൂടാണ് ആക്ച്വലി ആ പിന്നെ കമലഹാസന്റെ ഫേസ് ആ പാട്ട് കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഫേസ് അതിനകത്തൂടെ നമ്മള് ലുക്ക് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു നാട്ടിൻപുറത്തു നിന്നാണ് വന്നത്. അതെ, സ്വാഭാവികമായിട്ട് ഇപ്പോഴും നാട്ടിൻപുറത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അതെ, സ്വാഭാവികമായും ഈ ഇപ്പം കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടിയോ? തീർച്ചയായിട്ടും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര സപ്പോർട്ടാണ്. ഇപ്പോഴും ഒരു സപ്പോർട്ടാണ് കേട്ടോ. കാരണം ഞാൻ ചങ്ങനാശ്ശേരി, തിരുവല്ല എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർക്കുകൾ ചെയ്തു പോയത്. എൻ്റെ നാട്ടുകാർ, അതായത് ശരിക്കും പറഞ്ഞാൽ ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റും. അപ്പം അവർ നമുക്ക് ഓരോരുത്തരും, അന്ന് ചാനശ്ശേരിയിൽ ഒരു പോനി എന്ന് പറഞ്ഞ പയ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ തലയിൽ പരുന്ത്, അത് ലൈല ഇല്ലല്ല എന്ന് പറയുന്ന പുള്ളിയുടെ തലയിലായിരുന്നു പരുന്ത് ചെയ്യുന്നതും പുള്ളിയുടെ ആദ്യമായിട്ട് മാതൃഭൂമിയിൽ ഒരു ഓണത്തിന് ഈ ലുക്ക് വരുന്നതും. അപ്പം ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരുടെ ഒരു വലിയ സപ്പോർട്ട് തന്നെ. ഇപ്പം ഞാൻ സ്ഥാപനം വിട്ടപ്പോഴാണെങ്കിലും എന്നെ 25 വർഷമായിട്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട്, 25 വർഷമായിട്ട് ഇപ്പോഴും ഞാൻ തന്നെ വെട്ടണം, ഞാൻ തന്നെ വരുന്നുണ്ട്. അവരുടെ ഒരു വലിയ സപ്പോർട്ടാണ് ഇപ്പോഴും നമ്മുടെ സ്ഥാപനം ഒരു ഈ ലെവലിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത്. ഈ മുടിയിൽ പടം വരയ്ക്കുന്നത് ഹെയർ കളർ യൂസ് ചെയ്തിട്ടാണ്. അത് ഒത്തിരി പരിപാടികളുണ്ട്. അതായത് നമ്മളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റാം. ഇന്ന് ടെക്നോളജി അതുപോലെ അപ്ഡേറ്റ്. അന്നതില്ല. അന്ന് ഒത്തിരി കളേഴ്സ് ഇല്ല. ഇന്ന് ഏത് കളേഴ്സ് വേണമെങ്കിലും കിട്ടും. മുടി ഏതെങ്കിലും പ്രോസസ്സ് ചെയ്താലും നീട്ടത് ചുരുണ്ടോ ഏത് ലുക്ക് വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാം. വിഗ് ഉണ്ട്, അതിന് പറ്റി അറ്റാച്ച് ചെയ്യുന്നുള്ള ഹെയർസ് ഉണ്ട്. ഇപ്പം ട്രെഡ് ലുക്ക് ചെയ്യുന്നത് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പല പല കളേഴ്സിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ സാമിയന്റെ ഇൻസ്റ്റഗ്രാമോ അതുപോലെ പ്രൊഫൈലുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്,
ഈ സിനിമയിൽ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളെ ഫഹദ് ഫാസിൽ, ലാൽ സാറ് എല്ലാവരുമായിട്ട് പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരെ ഒരുക്കുന്ന, അവർക്ക് മേക്ക് ഓവറുകൾ ഡിസൈൻ ചെയ്യുന്ന ഒരാൾ അതേ സമയം തന്നെ ഒരു നാട്ടിൽ ആ സാധാരണക്കാരെ ആയിട്ടുള്ള ആൾക്കാരെ അവർക്കും അവൈലബിൾ ആവുകയാണ്. അപ്പം ഇത് അതെ, അത് വേറൊരു കാര്യമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലാലേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിൽക്കാലത്ത് ലാലേട്ടൻ്റെ പടം കാണാൻ പോയതിലാണ് എന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടതും ലാലേട്ടൻ സിനിമയിൽ. പിൽക്കാലത്ത് എമ്പുരാൻ എന്ന് പറഞ്ഞ പടം അമേരിക്കയിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ലാൽ സാറിന് വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ലാൽ സാറിനോട് ഈ കഥ പറഞ്ഞു. അപ്പം ഇതിനകത്തുള്ള ഒരു കാര്യം എന്നറിയാം, നമ്മൾ എന്താണെന്നും നമ്മൾ എങ്ങനെയായിരുന്നു എന്നും നമ്മൾ ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നും ഉള്ളൊരു ചിന്ത നമുക്ക് ആദ്യം വേണം. എൻ്റെ ആ നാട്ടിലുള്ള ആൾക്കാരുണ്ടായിരുന്നു കൊണ്ടാണ് ഞാൻ ഈ സ്ഥിതിയിലെത്തിയത്. ഞാനിപ്പം ആർട്ടിസ്റ്റുകൾക്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ജാട കാണിച്ച് അവരുടെ അടുക്കെ പോകാന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ആ തെറ്റിനോട് എനിക്ക് ഇഷ്ടമില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കൾ വയ്യാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവരെ വിളിച്ച് ഞാൻ പോവും. ഞാൻ പൈസ ഒന്നും വാങ്ങിക്കാറില്ല. പിന്നെ ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്ക്, പൈസ ഇല്ലാത്ത പെൺകുട്ടികൾക്ക് ഞാൻ പോയി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ 1 lakh മേളിൽ ഒരു ബ്രൈഡിനെ ചെയ്യുമ്പോൾ ഹെയർ സ്റ്റൈല്, മേക്കപ്പ് ചെയ്യുന്നത് 1 lakh മേളിൽ ഞാൻ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ 1 രൂപ പോലും വാങ്ങിക്കാതെ ഞാൻ അവർക്ക് വർക്ക് ചെയ്ത് കൊടുക്കും. എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഞാനിപ്പം ഒരു ഹെയർ കട്ട് ചെയ്യുന്നതിന് ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 25,000 വരെ വാങ്ങിക്കുന്നുണ്ട്, ചാർജ് ചെയ്യുന്നുണ്ട് ഒരു ക്യാരക്ടർ ലുക്ക് കൊടുക്കുന്നതിന്. ഇപ്പോൾ അപ്പം നമ്മൾ ഈ 25,000 മേടിക്കുന്നെങ്കിലും എൻ്റെ ആൾക്കാരെ, എന്നെ വളർത്തിയ എൻ്റെ ആൾക്കാർ വരുന്ന സമയത്ത് ഞാൻ അവരോട് അത്ര ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടൊരു കാര്യമല്ലല്ലോ. നമ്മളെ കൊണ്ട് വെട്ടിക്കണമെന്ന് ആഗ്രഹം അവരന്ന് നിലനിർത്തിക്കൊണ്ടാണല്ലോ നമ്മൾ ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവരോട് അങ്ങനൊന്നും നമുക്ക് എല്ലാവരോടും നമുക്ക് അങ്ങനെ ചാർജ് ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല. എങ്കിലും നമുക്ക് ചില വർക്കുകൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ബ്രൈഡൽ വർക്കുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം നമുക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈൽസ്, അങ്ങനെയുള്ള പുതിയ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ചാർജ് ചെയ്യും. അല്ലാതെ നമ്മൾ സാധാരണ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ വരുന്ന കഴിയുമ്പോഴത്തേക്കിനും അവൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ നമ്മൾ ഇതാകത്തുള്ളൂ. അതുകൊണ്ട് പൈസയേക്കാൾ ഉപരി മാനുഷിക പരിഗണനയും മാനുഷിക ബന്ധത്തിന് വലിയ അർത്ഥങ്ങളുണ്ട്. അവരാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. അവരില്ലേ നമ്മളില്ല. നമ്മളോട് കാണിക്കുന്ന സ്നേഹവും, നമ്മൾ ആരോട് പരിചയപ്പെട്ടാലും പിന്നെ അവരെ വളരെ സ്നേഹത്തോടു കൂടി തരാണ് അന്നും കാണുന്നത് ഇന്നും കാണുന്നത്. അന്ന് ഇപ്പം മച്ചാനെ നമ്മളിപ്പം അന്നും കണ്ടു, അതിനോട് വെച്ചത് സുഖമായിട്ടിരിക്കുന്നത് എന്ന് ആ സാധനം തന്നെ ഇപ്പോഴും നമ്മൾ ആ ഒരു മൊമെന്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരും. എന്നും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും. ഞാൻ 90 വയസ്സ് 100 വയസ്സായാലും നമ്മൾ ആ കൂടാ. അയ്യോ. അതുപോലെ ഇപ്പം സിനിമയിൽ നമുക്ക് അറിയാം, ഒരു മേക്ക് ഓവർ ചെയ്യുന്നു, അതുമായിട്ട് അഭിനയിച്ച ആ ആർട്ടിസ്റ്റ് മുന്നോട്ട് പോകുന്നു. ഒരു ഘട്ടത്തിൽ അതൊരു സ്കെഡ്യൂൾ ബ്രേക്കിലേക്ക് വരുന്നുണ്ടാവും. അതിന് ശേഷം ഇത് തുടങ്ങുന്ന സമയത്ത് ഒരു ചെറിയ നിശ്ചിത സമയത്തിന് ശേഷമായിരിക്കും അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും പഴയ കണ്ടിന്യൂറ്റി പിടിക്കുക എന്ന് പറയുന്നത് അത് ഭീകര ടാസ്ക്. അതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് സമയം എന്ന് പറഞ്ഞാൽ ടൂർണമെന്റ് എന്ന് പറഞ്ഞ പടത്തിൽ ഇതുപോലെ വലിയൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് വില്ലൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനകത്ത് ഞാനൊരു താടി ഡിസൈൻ, അപ്പോൾ ഈ ടൂർണമെന്റ് കാണുമ്പോൾ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന് താടി ഭയങ്കര ഡിസൈനിങ് താടിയാണ്. അപ്പോൾ ഞാനൊരു റെഫറൻസ് കൊടുത്തപ്പോൾ ലാൽ സാർ പറഞ്ഞു, സ്വാമി അത് കൊള്ളാം കേട്ടോ, അത് വർക്ക് ചെയ്യാൻ പറഞ്ഞു. വേണു സാറായിരുന്നു ക്യാമറ. അപ്പോൾ സാറിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു അങ്ങനെ റഷീദിക്ക്. അപ്പോൾ ഓക്കെ പറഞ്ഞു, ഞാനതങ്ങനെ ചീഫാണല്ലോ റഷീദിക്ക്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഏതോ പോർഷൻ പുള്ളി താടി മൊത്തം പഠിച്ച് ചെറിയ കുറ്റിയുള്ളൂ. പക്ഷെ അതിനകത്തൊന്നും ഞാൻ വീണ്ടും റീവർക്ക് ചെയ്തെടുത്തു. ആ സിനിമ കാണുമ്പോൾ അറിയാം എൻ്റെ ഒരു പോർഷനിൽ. അങ്ങനെ പല സിനിമകളിലും ലുക്ക് നമ്മൾ ഇതായി പോയി ഇപ്പൊ. പിന്നെ ഇപ്പൊ ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ട് നമുക്ക് അതൊക്കെ വളരെ ഈസി ഗോയിങ്. ഈസി ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ട്. എല്ലാ സംഭവവും നമുക്കിപ്പോൾ ഇന്ത്യയിൽ തന്നെ കിട്ടുമല്ലോ, അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പൊ താടി ഇല്ലാത്ത ഒരാൾക്ക് താടി വെക്കാൻ എല്ലാം ടെക്നോളജി ഭയങ്കര ഭീകര അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഈ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പ്രോസ്തെറ്റിക്കിന്റെ ഇപ്പൊ സ്റ്റുഡിയോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിനകത്തൊക്കെ എല്ലാം ഞാൻ UK എന്നൊക്കെ ഉള്ള മിഷനും കാര്യങ്ങളും അതിനകത്തു നിന്നുള്ള പിന്നെ പ്രോഡക്ട്സും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇപ്പൊ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ഭയങ്കരമായിട്ട് ഇനിയുള്ള സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയുള്ള പ്രേക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ വലിയ സ്വാധീനമുള്ള AI ഒക്കെ കടന്ന് കളിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പോലും സിനിമ പണ്ട് നമ്മൾ കാണുന്ന വിഷൻ അല്ല ഇപ്പൊ. എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് ആഫ്റ്റർ കോവിഡ് ബിഫോർ കോവിഡ് എന്ന് പറയുന്ന പോലെ അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഓരോരുത്തരും പറയും. അപ്പം നമ്മൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവര് കൃത്യമായിട്ട് എടുത്തിട്ട് ട്രോളും. ഇത് എന്താണ് ഇതിട്ട് ഇത് ബാലയാണോ എന്ന് ചോദിക്കും.
അപ്പോൾ അത്ര റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പം നമ്മുടെ ചിന്തയൊക്കെ അതാ, എങ്ങനെ റിയലിസ്റ്റിക്, എങ്ങനെ മെച്ചപ്പെടുത്താം. ഈ ഹാഫ് എന്ന് പറയുന്ന പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം. നമ്മൾ ഈ ശരിക്കും പറഞ്ഞ ക്രിസ്റ്റഫർ നോളന്റെ ഒരു ആ ഡയറക്ടർ അതിൻ്റെ ഒരു വാദപ്പെടുത്തുന്നത്, കാരണം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് മാനുവലായിട്ട് തന്നെ VFX ഇല്ലാതെ VFX 20% ആക്കിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിയലായിട്ട് നമ്മൾ ആ സിനിമ ചെയ്തിട്ടുണ്ട്. ശരി. അപ്പം ഞാൻ ചോദിച്ചു വന്നത് ഇതുപോലെ ഈ കണ്ടിന്യൂറ്റി ഇഷ്യൂസ് ഉണ്ടാവുന്ന ഏതെങ്കിലും സ്റ്റേജോ അല്ലെങ്കിൽ അത്തരം ഒത്തിരി സ്റ്റേജുകൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യാതെ എന്ത് ചെയ്യണം സത്യം പറയാതെ നമ്മൾ എത്ര വലിയ മിടുക്കനല്ലേ, എത്ര കാര്യങ്ങളാണല്ലേ, ചില മൊമെന്റ് നമ്മൾ കൈവിട്ട് പോയത് പെട്ടു എന്ന് മനസ്സിലായാൽ മതി. പെട്ടുപോയി കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം കറക്റ്റ് ആക്കാൻ പറ്റത്തില്ലല്ലോ. പെട്ടുപോയിടത്തുനിന്ന് ദൈവം തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്ന് ചില ചെയ്ത് വന്ന് ഫൈനൽ ചെയ്ത് അതിൻ്റെ ഏറ്റവും എമ്പുരാൻ എന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയത്ത് പിന്നെ അതിനകത്ത് ജെറോം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ജെറോം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മുടി നന്നായിട്ട് വളർത്തിയിട്ടാണ്. അപ്പം രാജുവേട്ടൻ വരുന്നു, രാജുവേട്ടൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം പിന്നെ അപ്പം ഈ അവരും അസോസിയേറ്റും ഒക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, സ്വാമി ഇതാണ് ജെറോം, ഇദ്ദേഹത്തിന് മിലിറ്ററി കട്ട് വേണം. ഞാൻ പറഞ്ഞു ശരി സാർ, എനിക്ക് മിലിറ്ററി കട്ട് ചെയ്യാൻ ഒരു 20-25 മിനിറ്റ്സ് കൊണ്ട് മിലിറ്ററി കട്ട് ചെയ്തിരിക്കും, അതിനകത്ത് തർക്കമില്ല. പക്ഷേ പുള്ളിയുടെ മുടി കട്ട് ചെയ്യാൻ പറ്റത്തില്ല. മുടി കട്ട് ചെയ്യാതെ ഞാനെങ്ങനെ മിലിറ്ററി കട്ട് ചെയ്യും? ഞാൻ എന്തിരുന്നൊന്നും അല്ലല്ലോ. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചു. സാറിനോട് വല്ലതും പറയാൻ പറ്റുമോ? പറ്റത്തില്ല എന്ന് പറഞ്ഞത്. ശരി സാറേ എന്ന് പറഞ്ഞു. സാറെന്ന് അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് സാറങ്ങ് പോവുകയും ചെയ്തു. ഞാനിത് കിടന്ന് ആലോചിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഒരു ഓടിയെത്തിയ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഞാനപ്പം പുള്ളിയോട് എനിക്കറിയാവുന്ന ഒരു ഇംഗ്ലീഷിൽ അങ്ങ് സംസാരിച്ചു. അപ്പോൾ എനിക്ക് അസിസ്റ്റ് ചെയ്യാനൊരു കൊച്ചവിടെ ഉണ്ടാകും. പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷില്ല, പുള്ളി അവിടെ ഉള്ള ആളാണ്. അപ്പം നേരത്തെ ബിഗ് ബെൻ എന്ന് പറഞ്ഞ പടത്തിനകത്ത് എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത. അപ്പം പുള്ളിക്കാരി വന്നിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ഐഡിയ ഇരിക്കട്ടെ. അതായത് പെൺകുട്ടികൾ പോണിറ്റെയിൽ കെട്ടുമ്പോൾ പോണിറ്റെയിലിൻ്റെ ബാക്ക് സൈഡിൽ അവർ ട്രിം ചെയ്ത് ഡിസൈൻ ചെയ്യാറുണ്ട്. ആ ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ത്രെഡ് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ആ പോർഷൻസ് മാത്രം കട്ട് ചെയ്ത് ട്രിം ചെയ്ത് അത് വാക്സ് വെച്ചിട്ട് ഹെയർ സ്പ്രേ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ കറക്റ്റ് മിലിറ്ററി മുടി കട്ട് ചെയ്തില്ല, സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. എമ്പുരാൻ കാണുമ്പോൾ ഇനി ശ്രദ്ധിച്ചാൽ മതി, പുള്ളിയുടെ മുടി മിലിറ്ററി കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. അതാണ് പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്നെ ഭയങ്കരമായിട്ട് ഇത് ചെയ്ത് ആ വർക്ക് കഴിഞ്ഞപ്പം രാജുവേട്ടൻ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞതുകൊണ്ട് എൻ്റെ പേരെടുത്ത് പറഞ്ഞു, സ്വാമി താങ്ക് യു എന്ന് പറഞ്ഞു. കാരണം നമുക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ മേക്കപ്പ് ശ്രീധരനായിരുന്നു. ശ്രീധരനെ നല്ല സപ്പോർട്ടാണ്. ശ്രീധരനെ അന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ ശ്രീധരൻ ഗൈഡൻസ് തന്നു. ഇങ്ങനെ ഇപ്പം ശ്രീധരനെ വിളിച്ചു ചോദിക്കുമ്പോൾ ശ്രീധരൻ നമുക്ക് ചേട്ടാ ഇങ്ങനെയൊക്കെയാണ്. പുള്ളിയുടെ ഒരു വലിയൊരു സപ്പോർട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും മലയാള സിനിമയിൽ ഓരോ ചീഫിൻ്റെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ ഒരു വലിയൊരു ഗുണവുമുണ്ട്. ഇപ്പം റോണക്സ് ആയാലും ശ്രീധരനായാലും രഞ്ജിത്തേട്ടനായാലും ഒക്കെ അവരുടെ ഋഷിക്കായാലും PN മണി അവർക്കൂടൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് കിട്ടുക. നമ്മളൊരു 25 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം അവരുടെ ഒരു 50 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കൊരു 75 വർഷം കിട്ടുന്നുണ്ട്. അങ്ങനെ എമ്പുരാൻ്റെ ഏകദേശം റിലീസ് സമയത്താണെന്ന് തോന്നുന്നു സ്വാമിയൻ ഇതുപോലൊരു ഇൻ്റർവ്യൂ ഒരു പോഡ്കാസ്റ്റോ സമയത്ത് പെട്ടെന്നൊരു പ്രചാരണം ഉണ്ടാവുന്നു, എമ്പുരാനിൽ ജയറാം. അത് ഭയങ്കര ഇപ്പോഴും എൻ്റെ മനസ്സിനെ അതൊരു വലിയ ഇത് അവിടെ. അതായത് അന്ന് ആ സമയം എന്ന് പറഞ്ഞാല് എമ്പുരാനിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ലാർക്കും. അത് എല്ലാവരോടും പറഞ്ഞതാ. പക്ഷേ ഇതിനകത്ത് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജെറോം എന്നാണ്. നമ്മൾ ചുമ്മാ തമാശക്ക് ജയറാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്കാരല്ലേ ജയറാം എമ്പുരാനിലുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ ആക്ച്വലി വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതൊന്നുമല്ല. എനിക്കൊരു ഇൻ്റർവ്യൂ വേറൊരു ചാനലിൽ ഇങ്ങനെ തന്നപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെ വന്ന വഴികൾ. ഞാൻ പറഞ്ഞു ഓരോ വീടുകൾ തോറും പൊടി വെട്ടി വന്ന് അങ്ങനെ ലണ്ടനിലൊക്കെ പോയി പിന്നെ ഇന്ന സിനിമയിലൊക്കെ വർക്ക് ചെയ്ത ആള് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞതിൻ്റെ പേര് ആക്ച്വലി ഇവരെടുത്തിട്ട് ഇവരത് ഇതിനകത്തൊന്ന് ഇന്ന ആളാണെന്ന് കണ്ടുപിടിച്ച് അതിനെ കൊടുത്ത് അങ്ങനെ വിട്ട് കഴിഞ്ഞപ്പം രാജുവേട്ടൻ നമ്മളുടെ ഗ്രൂപ്പ് ഉണ്ട് വോയിസ്, സ്വാമിയോട് പറഞ്ഞൊരു മിനി മേലാണ് ഒരു വാക്ക് പോലെ പറഞ്ഞിരുന്നത്. അവസാനം ഞാൻ ലാൽ സാറിൻ്റെ അമേരിക്കയിൽ ചെന്ന് ലാൽ സാറിൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് സാറിനോട് ചോദിച്ച് സ്വാമി എൻ്റെ കൂടെ വരുന്നില്ല ഇത് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം സാർ. ഞാൻ വന്ന് രാജുവേട്ടനെ കാണാതെ പമ്മി നടക്കുക. ഞാൻ ചെന്ന് എന്നെ ദൂരെ നിന്ന് രാജുവേട്ടൻ കണ്ടിട്ട്
സമയം ഇവിടെ വരൂ. ഞെട്ടി. ഞാനോ ആന്റണി പെരുമ്പാവൂരോ ലാൽ സാറോ പറഞ്ഞിട്ടുണ്ടോ എമ്പുരാന്റെ പ്രൊമോഷൻ സാമി ചെയ്യണമെന്ന്? പറ്റിപ്പോയി സാറേ, അബദ്ധമായി പോയി. എന്നിട്ട് പറഞ്ഞു സാറ് മേലൊക്കെ പറഞ്ഞു. പിന്നെ സാറ് ഓക്കെ, ഞാൻ പറഞ്ഞു സാറേ സോറി, പറ്റിപ്പോയി, ഇങ്ങനൊരു അവസ്ഥയെ പറ്റിപ്പോയതാ, ഒന്നും തോന്നുന്നു, ആ കുഴപ്പമില്ല, ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ ജയറാം തെറ്റിദ്ധരിക്കപ്പെട്ടതാ. അത് ജയറാമേട്ടൻ തന്നെ ഞെട്ടിക്കാണും. ജയറാമേട്ടൻ കേട്ടിട്ടുണ്ടോന്നും അറിയുന്നില്ല. അല്ല, അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഷെയർ ചെയ്ത് അല്ല, അത് എല്ലാവരും എന്നെ സുഹൃത്തേട്ടൻ മറ്റേ കോസ്റ്റ്യൂമില് സുഹൃത്തേട്ടനൊക്കെ ജയറാം ഞാൻ ശ്രീ എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സേതു ശിവാനന്ദൻ അദ്ദേഹം ഒക്കെ ഇങ്ങനെ വരച്ച സ്കെച്ചുകളൊക്കെ തരാറുണ്ട്. ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഈ സൗന്ദര്യത്തിലൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതാകുന്ന ആൾക്കാരാണ്. അന്ന് അത് അപ്പൊ സിനിമയ്ക്ക് എത്തുന്നതിന് മുന്നേ തീരുമാനിച്ചു. സിനിമയ്ക്ക് മുന്നിൽ എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ മനസ്സിലുണ്ട് ഇത്. അപ്പോൾ ഏറ്റവും ഭയങ്കര സങ്കടം ഉണ്ടാക്കിയ ഒരു സാധനം എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും എനിക്ക് മനസ്സ് ഭയങ്കര സങ്കടമായി പോയി. കാരണം എന്താ പറയുക,